Ladies and gentlemen, it is a very great joy and privilege to introduce our speaker for this session, Pastor Gladson Verghese, Executive Assistant to the Regional Superintendent of the Church of God, Gulf countries in the Middle East region. Born and brought up in the Church of God parsonage, Pastor Gladson was nurtured in the godly heritage that shaped his passion for Christ and his kingdom. After completing his postgraduate degree in administration, he began his professional career at the Royal Bank of Scotland, which, while pursuing a promising career, he heard this, and responded to the God's call to the full-time ministry. He began his ministry as a missionary in the North India, faithfully serving in challenging mission field before pastoring churches in Kerala state. Today, he serves as a senior pastor of Peniel Church of God in the United Arab Emirates, where God continues to use him powerfully to shepherd his people and advance his kingdom. Pastor Gladson holds postgraduate degree in theology and is currently pursuing a PhD in counseling psychology as a research scholar. He also served in a key leadership capacity as the executive assistant to the regional superintendent, providing leadership and support to the Church of God ministries throughout the Gulf countries. A gifted communicator of God's word, Pastor Gladson is widely recognized as a spirit-filled revival preacher and a prophetic ministry. Through his biblical preaching, passionate teaching, and sensitivity to the leading of the Holy Spirit, God has used him to encourage spiritual revival and transformation to the churches and believers around the world. Today, we are honored to have him minister God's word to us. Let us prayerfully prepare our hearts to receive all that the Lord has in store through his servant. Church, please join me in giving a warm knock-off welcome to Pastor Gladson as he comes to the minister the word of God. May the Lord speak powerfully through his servant, and may our hearts be open to his service. God bless you. Praise the Lord. നോർത്ത് അമേരിക്കൻ ദൈവസഭകളുടെ 29ാമത് കോൺഫറൻസിൻ്റെ ഉദ്ഘാടന സമ്മേളനം അനുഗ്രഹീതമായി ലീഡ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസൻ ഡോക്ടർ എബി മാമൻ, നെക്കോഗിന് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന ക്രിസ്തുവിൽ ആദരണീയനും എൻ്റെ സ്നേഹിതനുമായ പാസ്റ്റർ ബെൻസൺ എബ്രഹാം, വൈസ് പ്രസിഡൻറ്റ് പാസ്റ്റർ സൈമൺ ഫിലിപ്പ്, സെക്രട്ടറിയും എൻ്റെ എന്നും ഒരു അഭ്യുദയകാംക്ഷിയുമായ എന്നെക്കുറിച്ച് പറയാവുന്നതെല്ലാം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഡോക്ടർ ഷിബു സാമുവൽ, ട്രഷററായ പാസ്റ്റർ ജെയിംസ് എബ്രഹാം, എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ ഇംഗ്ലീഷിൻ്റെ കോർഡിനേറ്ററായിരിക്കുന്ന പാസ്റ്റർ ഡാവിൻ വിൽസൺ. വർഷങ്ങൾക്ക് പിറകിൽ ഒരു കമ്പനിയുടെ CFO ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ UAE പരിചയപ്പെടുന്നത്. ഒരു ഫുൾ ടൈം പാസ്റ്ററായിട്ട് ഡയസ് ഷെയർ ചെയ്യാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷം. അവരോട് ചേർന്ന് നാഷണൽ തലത്തിൽ, ലോക്കൽ തലത്തിൽ നേക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ കമ്മിറ്റീസിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ചർച്ച് ഓഫ് ഗോഡ് വേൾഡ് മിഷൻ്റെ ഒഫീഷ്യൽസായി നമ്മുടെ നടുവിലുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെ ഓർക്കുന്നു. എസ്പെഷ്യലി ദ ഫീൽഡ് ഡയറക്ടർ ഓഫ് ഏഷ്യ പസഫിക് ബിഷപ്പ് ആൻഡ്രൂ ബിൻഡ, 2 റീജിയണൽ സൂപ്പറിൻറ്റൻഡൻസ് നമ്മുടെ നടുവിലുണ്ട്. എൻ്റെ ബോസ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഗൾഫ് കൺട്രീസ് മിഡിൽ ഈസ്റ്റ് റീജിയനിലെ ഓവർസിയറായ റീജിയണൽ സൂപ്രണ്ടൻ്റായ ഡോക്ടർ സുശീൽ മാത്യു, താൻ ചുമതലയെടുത്ത അന്ന് മുതൽ ശുശ്രൂഷ സംബന്ധമായി നൽകുന്ന എല്ലാ പിന്തുണയ്ക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സൗത്ത് ഏഷ്യയുടെ ചുമതലയുള്ള റീജിയണൽ സൂപ്രണ്ടൻ്റ് പ്രിയ സിസി തോമസ് സാറ്, കേരള സ്റ്റേറ്റ് എനിക്കൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് കേരള സ്റ്റേറ്റിലാണ്. സാർ ഓവർസിയറായിട്ടിരിക്കുമ്പോഴാണ് ആദ്യമായി ചർച്ച് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷന് ശുശ്രൂഷിക്കാൻ അവസരം ലഭിക്കുന്നത്. ഒത്തിരി സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇൻ്റർ കൾച്ചറൽ മിനിസ്ട്രീസിൻ്റെ ഡയറക്ടറായ റൺഫി ജോയ് ജോൺസൺ, ദൈവസഭയുടെ മറ്റ് റീജിയനുകളുടെ സ്റ്റേറ്റുകളുടെയൊക്കെ ചുമതലയിലുള്ള ദൈവദാസന്മാർ, ഭൂട്ടാൻ്റെ, ബീഹാറിൻ്റെ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് മുമ്പ് ശക്തമായി വചനം സംസാരിച്ച പ്രിയ പാസ്റ്റർ ബോണി ആൻഡ്രൂസ്, എനിക്ക് ശേഷം ഈ ദിവസങ്ങളിൽ ശുശ്രൂഷിക്കേണ്ട അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ഞാൻ ക്രിസ്തുവിനെ വളരെ സ്നേഹിക്കുന്ന
ആദരണീയരായ ദൈവത്തിൻ്റെ ദാസന്മാർ, പാസ്റ്റർ റെജി മാത്യു, പാസ്റ്റർ ഷിബു തോമസ്, പാസ്റ്റർ പ്രിൻസ് തോമസ്, പാസ്റ്റർ അനീഷ് തോമസ്, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലായിരിക്കുന്ന റവറൻ ബോബ് കുക്ക്, we are really honored and we Keralites are always grateful for your family. May God bless you. ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ എല്ലാവരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്ത് ഒട്ടും സമയം കളയാതെ മുഖവുരകളൊന്നും കൂടാതെ എനിക്ക് നൽകിയിരിക്കുന്ന വചനഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് പ്രാർത്ഥനാ മുറിയിൽ തിരഞ്ഞെടുത്ത അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥനാ വിഷയം. ഒരു വാക്കുകൂടെ എൻ്റെ മുമ്പിലുള്ള ദൈവദാസന്മാർ, വളരെ സീനിയേഴ്സായ ദൈവദാസന്മാർ, ആൻഡ്രൂസ് പാസ്റ്റർ ഉൾപ്പെടെ ഞാൻ നിങ്ങളുടെ പലരുടെയും സഭകളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ട്രോയിലാണ് ആദ്യമായി ചർച്ച ഞാൻ ശുശ്രൂഷിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ ഗ്രീറ്റ് ചെയ്യുന്നു. എല്ലാവരുടെയും പേര് പറഞ്ഞാൽ പലരുടെയും പേര് ഞാൻ വിട്ടുപോകും. സ്തോത്രം, അതിന് ഇടയാകാതിരിക്കട്ടെ. എല്ലാവരെയും വളരെ ബഹുമാനത്തോടെ ഗ്രീറ്റ് ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ കോൺഫറൻസിന് ശുശ്രൂഷിക്കാനായി ദൈവദാസന്മാരുടെ ഹൃദയത്തിൽ ദൈവം നൽകിയ ചിന്ത, പെന്തക്കോസ്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരനുഭവം, പഴയ നിയമ പുതിയ നിയമ ഭാഗങ്ങളെ ചേർത്തുകൊണ്ട് റിവൈവലുമായി കണക്ട് ചെയ്ത ഒരു വേദശകലം. ഈ അനുഗ്രഹീതമായ ചിന്ത ദൈവദാസന്മാരുടെ ഹൃദയത്തിൽ നൽകിയ ദൈവഹിതത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങൾ ആഴമായ തിയറിറ്റിക്കൽ സെഷൻ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ തിയറിറ്റിക്കൽ സെക്ഷനുകളെല്ലാം പ്രാക്ടിക്കൽ സെക്ഷനുകളായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഒരാമേൻ പറയാൻ കഴിയുമെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തിൻ്റെ ശക്തി ഇന്നും നിന്നു പോയിട്ടില്ല. അതിന്നും നമ്മുടെ നടുവിൽ ചലിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്തകൾ ഒറ്റ വാക്കിലൊന്ന് പറഞ്ഞിട്ട് ആരംഭിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യോവേൽ പ്രവാചകൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ആത്മസാന്നിധ്യം ഇറങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ബാരിയേഴ്സുകൾ ഉടയും, ജനറേഷനുകൾ നോക്കാതെ ഒന്നാകും എന്നത് സംസാരിക്കാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മോട് സംസാരിക്കുന്ന 3 ചിന്തകൾ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തുടങ്ങി. യോവേൽ 2:28 മുമ്പുള്ള പ്രീ സിനാരിയോ എന്താണ്, എങ്ങനെയാണ് ജനറേഷനുകളും സമൂഹങ്ങളും വിഘടിച്ച് നിന്നത്, യോവേൽ പ്രവാചകൻ്റെ പുസ്തകം മുമ്പോട്ട് വെക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പ്രവാചകൻ സംസാരിക്കുമ്പോൾ അവിടെ നടന്നതെന്ത്, അതിനുശേഷം സംഭവിക്കുന്നതെന്ത്, അത് പെന്തക്കോസ്ത് നാളിൽ എങ്ങനെ ഫുൾഫിൽ ആകുന്നു, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് നിൽക്കുന്നത്. എവിടെ വരെ പോകുമോ അവിടെ വരെ നമുക്ക് പോകാം. ഒരാമയും പറഞ്ഞ എല്ലാ ദൈവങ്ങളും. ഇതിന് ശേഷവും ഒരു സെഷൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇവിടെ തീരാത്തത് അവിടെ നമുക്ക് തീർക്കാം. പ്രൈസ് ദി ലോർഡ്. ആരംഭിക്കുന്നു. ഈ യോവേൽ പ്രവാചകൻ്റെ പുസ്തകം മുൻപോട്ട് വെക്കുന്ന 3 ചിന്തകൾ ഞാൻ നിങ്ങളോടൊന്ന് പറയാം. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: മൂപ്പന്മാരെ ഇത് കേൾപ്പീൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കാലം, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം, ഒരു ജനറേഷൻ ഗ്യാപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമായി എനിക്കിത് തോന്നാറുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. പിതാക്കന്മാരുടെ കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്താ? വളരെ യാദൃച്ഛികമായി എങ്കിലും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ന്യൂ ജനറേഷൻ. എന്താ ന്യൂ ജനറേഷൻ? ആരാണ് ന്യൂ ജനറേഷൻ, ആരാണ് ഓൾഡ് ജനറേഷൻ? കുഞ്ഞുമഞ്ചാനോട് ചോദിച്ചാൽ ഓൾഡ് ജനറേഷൻ ഏത് പ്രായമായിരിക്കും? ആ പ്രായം ആയിരിക്കത്തില്ല. സി തോമസ് സാറിനോട് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ ഓൾഡ് ജനറേഷൻ ആ പ്രായം ആയിരിക്കത്തില്ല. എൻ്റെ മകനോട് ചോദിച്ചാൽ അവൻ്റെ കണ്ണി ഞാനും ഓൾഡ് ജനറേഷനാണ്. ഹലോ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഓൾഡാണെന്ന് പറഞ്ഞേ.
സ്തോത്രം. എൻ്റെ കണ്ണിൽ നല്ല പ്രകാശം അടിക്കുന്നതുകൊണ്ട് അങ്ങറ്റം വരെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, എന്നെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും എന്താ, അതിന് ഏത് കളർ തലയിൽ അടിച്ചാലും നമ്മൾ ഓൾഡാ. ഒരാമൻ പറഞ്ഞാട്ടെ, നമ്മളെല്ലാവരും ഓൾഡാ. പ്രൈസ് ദി ലോർഡ്. ഭാഷ മനസ്സിലാകുമോ? ഭാഷ മനസ്സിലാകുമോ? ഞാനൊരു നടന്ന സംഭവം പറയാം. എൻ്റെ ചർച്ചിൽ, എൻ്റെ ചർച്ചെന്ന് പറയലെന്ന, ഞങ്ങളുടെ ചർച്ചിൽ കുറച്ച് കുഞ്ഞുങ്ങൾ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചേർന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അവർ ഭയങ്കര ഡിസ്കഷനാണ്. അപ്പം ആ ഡിസ്കഷനകത്ത് ഒരു ദിവസം ഇവർക്കിടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതിങ്ങനെ പല അവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു, ഭയങ്കര സംസാരം. ഒരു ദിവസം എൻ്റെ കണ്ണിൽപ്പെട്ടു. എൻ്റെ മോൻ സംസാരിക്കും. ഞാൻ അവനെ വിളിച്ചു. അവനോട് ചോദിച്ചു, എന്താ സംഭവം എന്താ? ഒത്തിരി കാര്യം കൊണ്ട് സംസാരിച്ചപ്പോൾ അവനോട് പറഞ്ഞു, അത് ഒരാളുടെ പേര് വേണ്ടിട്ട് പറഞ്ഞു, അവൻ ഇന്നയാളെ സ്റ്റോക്ക് ചെയ്തു, അതാ പ്രശ്നം. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളെ സ്റ്റോക്ക് ചെയ്തു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അവന് എന്തോ പണിയാട കാണിച്ച പെങ്കുച്ചങ്ങളെ ചെയ്യാവുന്ന കാര്യമാണോ ഇത്? സ്റ്റോക്ക് ചെയ്തോ? ഭയങ്കര പ്രശ്നമായി, വർത്താനമായി. ഞാനും എൻ്റെ വൈഫ് കൂടെ ചേർന്ന് ഭയങ്കരമായി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചാൽ, എന്തോ ഈ സ്റ്റോക്കിങ്? ഞാൻ അതെനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ ഇവൻ എന്തോ ചെയ്തു. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഇവൻ എന്തോ ചെയ്തു. ഞാൻ ആകെപ്പാടെ ടെൻഷനായി. അവസാനം എൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. ചോദിച്ചു, എന്തുവാടാ സ്റ്റോക്കിങ്? അപ്പൊ ഇവൻ പറഞ്ഞു, അവളുടെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോ അവളുടെ അനുവാദമില്ലാതെ ഇവൻ ലൈക്ക് അടിച്ചു. ഉണ്ടോ നിങ്ങൾ? സ്റ്റോക്കിങ്ങിന് വേറെ അർത്ഥമുണ്ട്, അതവിടെ നിൽക്കട്ടെ. സ്തോത്രം. അവളുടെ അനുവാദം ഇല്ലാതെ അവളുടെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോ ആര് കണ്ടു? മറ്റേ ആൾ കണ്ടു. അതിന് പറഞ്ഞ പേരാണെന്ത്? നമുക്ക് വല്ലതും മനസ്സിലാകുമോ ഈ വാക്കുകൾ? അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ഓൾഡാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരാ? ഓൾഡാ. ഇനി ഓൾഡും ന്യൂവും തമ്മിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും വരുന്നൊരു ചിന്ത എന്താ? ഒരാരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ നല്ല അസാധാരണ വർഷിപ്പ്, ഗുഡ്ബിനൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങളാ, അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ്. അങ്ങോട്ട് കഴിയുമ്പോൾ ഇന്നത്തെ ആരാധന എന്ത് അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ അപ്പം പറയും, ഇതൊക്കെയാണോ ആരാധന? ഞങ്ങളുടെ കാലത്ത് ഡ്രം ഇട്ടൊരടി ഉണ്ടായിരുന്നു. സ്വതന്ത്രം. ഇനി അത് എൻ്റെ അപ്പൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞെന്നിരിക്കട്ടെ. അപ്പൊ അപ്പച്ചൻ്റെ മറുപടി എന്തായിരിക്കും? അന്നത്തെ കാലത്തെ കുറിച്ചൊരു കാര്യമല്ലേ പറയുന്നേ? ഇവിടെ ഉണ്ടോ നിങ്ങൾ? സ്തോത്രം. എപ്പോഴും ഓൾഡ് ജനറേഷന് പറയാനുള്ളത് അവരുടെ കാലത്തെ മഹത്വത്തെ കുറിച്ചല്ലേ? ഹലോ, ഇന്നുള്ളതിനേക്കാൾ വലിയതായിരുന്നു അന്നെന്നല്ലേ പറയാനുള്ളത്? പക്ഷെ യോവേൽ പറഞ്ഞു തുടങ്ങുമ്പോ യോവേൽ ഒരു ചോദ്യം ചോദിക്കുകയാ. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഈ പ്രശ്നമുണ്ടല്ലോ, പിതാക്കന്മാരുടെ കാലത്തെങ്കിലും ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ? ഓ ജീസസ്. ഒന്നുകൂടെ പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി നടന്നതിനെ ചൂണ്ടിക്കാണിച്ച് യോവേൽ സംസാരിക്കുകയാണ്. യോവേൽ പ്രവചനം പറഞ്ഞാരംഭിക്കുന്നത് കമ്പയർ ചെയ്യാൻ കഴിയാത്തൊരു ശോധനയെക്കുറിച്ചാണ്. പക്ഷെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ യോവേൽ പ്രവാചകൻ മുമ്പോട്ട് വെക്കുന്നത്, ഞാൻ അവരുടെ മധ്യേ എന്നും വസിക്കുമെന്നാണ്. ഒരാമേൻ പറയാൻ പറ്റുന്നുണ്ടോ? ഇന്ന് രാത്രി ഒരു പദം ഞാൻ പറഞ്ഞ് ആരംഭിക്കാം. യുവർ സിറ്റുവേഷൻ cannot limit the power of Holy Spirit. നിന്റെ സാഹചര്യങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ തടയാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, സാഹചര്യം എന്തു തന്നെയുമാകട്ടെ, ഇന്നു രാത്രി യോവേൽ വിളിച്ചു പറയുന്ന ആദ്യത്തെ വാക്ക്, നിന്റെ സാഹചര്യം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് തടസ്സമല്ല. വിശ്വസിക്കുന്നവർ വായുകളെ തുറന്ന് ഇന്നു രാത്രി ഒന്ന് സ്തോത്രം ചെയ്തു തുടങ്ങിക്കേ. സാഹചര്യങ്ങൾക്ക് അതീതമാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ആമേൻ. ഇന്ന് രാത്രി എത്ര ഡിവിഷൻസ് നമ്മുടെ ഇടയിലുണ്ടെങ്കിലും, ഇന്ന് രാത്രി എത്ര മേഖലകൾക്കകത്ത് പിശാച് കള വിതച്ചാലും, സ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് അതിനും മീതെയും പ്രവർത്തിക്കാൻ കഴിയും. ഒരാമേൻ പറഞ്ഞാട്ടെ. രണ്ടാമത്തെ ചിന്ത. ഒന്നാമത്തെ ചിന്ത, യുവർ സിറ്റുവേഷൻ cannot limit the power of Holy Spirit. രണ്ടാമത്തെ ചിന്ത,
യോവേൽ പ്രവാചകന്റെ പുസ്തകം എഴുതി തുടങ്ങുമ്പോൾ യോവേലിനെ കുറിച്ച് പറയുന്നു, പെഥുവേലിൻ്റെ മകനായ യോവേൽ പ്രവാചകൻ. എന്താ? പെഥുവേലിൻ്റെ മകൻ. ഇതിൻ്റെ ഒരു ഇച്ചിരി ഇൻറ്റൻസിറ്റി കുറച്ച് തരാമോ ബിബിച്ചായ? ഞാൻ ഇച്ചിരി കറുത്തിരുന്നാലും കുഴപ്പമില്ല, എൻ്റെ കണ്ണിലോട്ട് ഇത് ഭയങ്കരമായിട്ട് അടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, താങ്ക് യു. പെഥുവേലിൻ്റെ മകനായ യോവേൽ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വാക്കിങ്ങനെ കേട്ടപ്പോൾ ശമൂവേൽ പ്രവാചകന്റെ മക്കളുടെ കൂട്ടത്തിൽ ആദിജാതൻ്റെ പേര് യോവേൽ എന്നാണ്. എന്നാൽ ആ യോവേൽ ഈ യോവേലുമായിട്ടൊരു ബന്ധവുമില്ല. കാരണം ശമൂവേൽ പ്രവാചകന്റെ മക്കളുടെ കാര്യം നമുക്കിവിടെ പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം അതിനെക്കുറിച്ച് പ്രത്യേകം എടുത്തെഴുതിയേക്കുന്ന അവൻ്റെ അപ്പൻ്റെ വഴികളിൽ എന്ത് നടന്നില്ല? മക്കൾ എന്ത് ചെയ്തില്ല? നടന്നില്ല. അടുത്തത് കൈക്കൂലിക്കാരായിരുന്നു. ഏറ്റവും അധികം ദൂത് പറഞ്ഞവൻ്റെ വീടിനകത്ത് കൈക്കൂലി ഉള്ളത് വളർന്നു വന്നു. ഒരാമൻ ആരും പറഞ്ഞില്ലല്ലോ. ഹലോ. സോ പെഥുവേലിനെ കുറിച്ച്, ശമൂവേലിനെ കുറിച്ച്, ക്ഷമിക്കണം, യോവേലിനെ കുറിച്ച് പറയുമ്പോൾ പെഥുവേലിന്റെ മകനായ, ശ്രദ്ധിച്ചേ, ഞാൻ ആഗ്രഹിച്ചു കുറച്ചുകൂടെ ഒക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്താലും നല്ലതായിരുന്നു. കുറച്ചുകൂടെ ഒക്കെ ഡോക്ടർ ഷിബു എനിക്ക് തന്ന ഇൻട്രൊഡക്ഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചു. ഞാൻ കഴിഞ്ഞിട്ട് മുമ്പ് തരാൻ വേണ്ടി ഇരിക്കുക. അച്ഛാ, ഇതുവരെ ആരും ഇത്രയും പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദുബായിൽ അടുത്ത ഞാനും പറയുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം. പ്രൈസ് ദി ലോർഡ്. യോവേലിനെ കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടെ പറയല്ലോ. പക്ഷെ യോവേലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തമ്പുരാൻ വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, യുവർ ഐഡന്റിറ്റി cannot limit the power of Holy Spirit. ആമേൻ, 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 ആമേൻ. അല്ലെങ്കിലും അസാധാരണ ഉപയോഗിക്കപ്പെട്ടതിനെ കുറിച്ച് എല്ലാം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഏലിയാവിനെ കുറിച്ച് കൊടുത്തേക്കുന്ന ഒരു പദം, തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിയനായ ഏലിയാവ്. ഹലോ, ഇവിടെ ഉണ്ടോ നിങ്ങൾ? പ്രൈസ് ദി ലോർഡ്. പക്ഷേ എടുത്തു പറയാൻ ഐഡന്റിറ്റി ഒന്നും ഒത്തിരി ഇല്ലെങ്കിലും ആ മനുഷ്യൻ കണ്ണടച്ചൊന്ന് കരഞ്ഞാൽ ആകാശത്തിൻ്റെ കിളിവാതിൽ അടയുമായിരുന്നു. ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്നവർ, യെസ്, യേശുവിൻ്റെ നാമത്തിൽ പിതാക്കന്മാരെ, മാതാക്കന്മാരെ, പല മേഖലകളിൽ ഐഡന്റിറ്റി ഇല്ലായിരിക്കാം. ഓ ജീസസ്. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു, ലോകത്തിന്റെ മുമ്പിൽ മാനിക്കപ്പെടാത്ത ചിലതിനെ ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കാൻ ഇന്നു രാത്രിയും പരിശുദ്ധാത്മാവിന് കഴിയും. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഇന്നു രാത്രി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു അഭിഷേകം ഞങ്ങളുടെ നടുവിൽ ചലിക്കട്ടെ. മാനുഷിക നിയന്ത്രിതമല്ലാതെ ഒരാത്മ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഇന്നു രാത്രി ചലിക്കട്ടെ. ഹർധന ജഗൽഖമാന ഹംസരാധന ചുടാരകലഘടക ശകൽഖമനിയാംധന. ഈ ഇന്ത്യൻ കോഫി ഹൗസിലെ വെയിറ്റേഴ്സ് തലേ തൊപ്പിയൊക്കെ വെച്ച് ഏതാ വടയും ചട്നിയൊക്കെ തരുന്നത് പോലെ ദൂതൻ ഏലിയാവിൻ്റെ മുമ്പിൽ നിന്ന്. ഇവിടെ ഉണ്ടോ നിങ്ങൾ? സ്തോത്രം. അത് എപ്പോഴാ? when he was weak. അല്ലേ? അവൻ വല്ലാതെ തളർന്നപ്പോ, മരുഭൂമി പോയി ചൂരച്ചിട ചുവട്ടി കിടക്കുമ്പോ, ഓ ജീസസ്, ഈ കൂട്ടത്തിൽ ഒരുവൻ ഒരു ദിവസം ഒരിടത്തിറങ്ങി ഒരു പ്രൈസ്തലോട് പറഞ്ഞപ്പോ എത്ര പേര് തീർന്നെന്ന് നമുക്കറിയാലോ. ശൂർപ്പാളയത്തെ ഇളക്കിയവരുടെ കൂട്ടത്തിലെ ഒരുത്തൻ ഒരാഹാരവും പിടിച്ചോണ്ട് ഏലിയാവിന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ലോകം തരുന്ന ഐഡന്റിറ്റിക്ക് അപ്പുറത്ത് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, കൃപയുള്ളവർ ആത്മാവിൽ ആരാധിച്ചു തുടങ്ങുക. ഒരറ്റം മുതൽ ഒരറ്റം വരെ ഇന്നു രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവിന് ചിലതിനെ ഉപയോഗിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിന് ഈ കോൺഫറൻസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ചിലത് എഴുന്നേറ്റ് വരും. മൂന്നാമത്തെ ചിന്ത, ഈ യോവേൽ പ്രവാചകന്റെ പുസ്തകം ഞാനിങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ്
ഞങ്ങളുടെ ചർച്ചിൽ 7 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നു. 7 ദിവസം യോവേൽ പ്രവാചകനെ കുറിച്ചാണ് പ്രസംഗിച്ച്. അപ്പം യോവേലിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞപ്പം നമ്മുടെ ഒരു സഹോദരൻ അതേ നാളായില്ല ചർച്ച വന്നിട്ട്, ഉൽപ്പത്തിയിൽ നിന്ന് നോക്കി അവസാനം നമ്മുടെ ഏറ്റവും അവസാനം വാഗ്ദത്തകാനാനും അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ചെങ്കടലിൻ്റെ ഫോട്ടോ ഒക്കെ ഇല്ലേ, പുള്ളി ചെങ്കടലിൽ തപ്പിയിട്ട് പോലും യോവേലിനെ കിട്ടിയിട്ടില്ല. കാരണം സൂക്ഷിച്ച് നോക്കിയില്ലേ, ഹോശിയായ്ക്കും ആമോസിനും ഇടയിൽ യോവേൽ കാണാൻ പോലും ഇല്ല. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ശിവിച്ചാൽ നമ്മൾ തന്നെ വിളിക്കുന്നത് മൈനർ പ്രോഫറ്റ്സ് എന്നല്ലേ? സ്തോത്രം. 3 അധ്യായം 75 വാക്യം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? 3 അധ്യായം 75 വാക്യം. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, യുവർ റിസോഴ്സസ് cannot limit the work of Holy Spirit in you. കൂടെ ഉണ്ടോ? ഈ 3 അധ്യായത്തിനകത്ത് ഈ മനുഷ്യൻ എഴുതി വെച്ചേക്കുന്നത് എന്തൊക്കെയാ? കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച്, ആമേൻ, റിപ്പൻറ്റൻസിനെ കുറിച്ച്, റിസ്റ്റോറേഷനെ കുറിച്ച്, റിവൈവലിനെ കുറിച്ച്. ഹലോ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. The strongest declaration of divine restoration. I will restore you the years the locust has eaten. പച്ചപ്പുഴും വിട്ടുക്കിളിയും തുള്ളനും വിട്ടിലും തിന്നു ശേഷിപ്പിച്ച കാലങ്ങൾ കൊത്തവണ്ണം ഞാൻ നിനക്ക് പകരം തരും എന്ന പവർഫുൾ വേർഡ്സ് എഴുതിയത് ഈ മനുഷ്യനല്ലേ? ഒരാമേൻ പറഞ്ഞേ. അല്പമേ ഉള്ളെങ്കിലും, റിസോഴ്സ് അല്പമേ ഉള്ളെങ്കിലും, ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് യോവേൽ പ്രവാചകനിലൂടെ ഈ സദസ്സിന് കൈമാറുന്ന ഒരു ദൂത്, എനിക്കിനിയും നിന്നെ ഉപയോഗിക്കാൻ കഴിയും. ചേർന്നാമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ് ഈ സന്ദേശത്തിൻ്റെ പ്രീ സിനാരിയോ. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് they were divided എന്നാ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അവിടെ ആ വിഭജനമുണ്ടായിരുന്നു. എന്നാൽ യോവേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഒരിടത്തും യോവേൽ the people were divided എന്ന് പറയുന്നില്ല. the people were divided എന്ന് പറയുന്നില്ല. പക്ഷേ താൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഡിസ്ക്രിപ്ഷനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് മദ്യപന്മാരെ ഉണർന്ന് കരവിൻ. ചേർന്ന് പറഞ്ഞേ. കുടിയന്മാരെ എന്ന് പറ. എല്ലാരും പറഞ്ഞില്ല. കുടിയന്മാരെ ഉണർന്ന് കരവിൻ. അപ്പൊ കരച്ചിൽ ആർക്ക് മാത്രമല്ല, ഒന്നുകൂടെ പറഞ്ഞ കുടിക്കാത്തവനേക്കാൾ നല്ലപോലെ കരയുന്ന ചിലപ്പം. അതിനൊരു ക്ലിക്ക് അടിച്ചല്ലോ ഡെൻസില്. സ്തോത്രം. മദ്യപന്മാരെ ഉണർന്ന് കരവിൻ. അടുത്തത് വീഞ്ഞു കുടിക്കുന്നവരെ മുറയിടുവിൻ. 9-ാം വാക്യത്തിൽ വരുമ്പോ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. ശ്രദ്ധിച്ചേ, പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. 11-ാം വാക്യത്തിൽ കൃഷിക്കാരെ ലജ്ജിപ്പിൻ. ശ്രദ്ധിച്ചേ, 11-ാം വാക്യത്തിൽ മുന്തിരിത്തോട്ടക്കാരെ മുറയിടുവിൻ. ശ്രദ്ധിച്ചേ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, യോവേൽ സകല ജനത്തെ ഒരുമിച്ചല്ല അവിടെ പറയുന്നേ. യോവേൽ പർട്ടിക്കുലർ ആയിട്ട് ഓരോ ഗ്രൂപ്പിനെ എടുക്കുക. രഞ്ജൻ പാസ്റ്റർ, എന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. യോവേലെ എല്ലാരും കരയല്ലേ? ഈ പ്രതിസന്ധി വന്നപ്പോ എല്ലാരും കരയല്ലേ? പാസ്റ്ററും കരയുന്നു, ഫാർമറും കരയുന്നു, പ്രീസ്റ്റും കരയുന്നു, കുടിക്കുന്നവനും കരയുന്നു. സത്യമല്ലേ? പക്ഷെ അവിടോട്ട് നോക്കിയാൽ ഒരു പ്രശ്നം കാണാൻ പറ്റും. മദ്യപന്മാർ കരയാൻ കാരണം കുടിക്കാൻ സാധനം ഇല്ലാത്തോണ്ടാ. ഹലോ, മദ്യപന്മാർ കരയാൻ കാരണം എന്താ? അവന് കുടിക്കാൻ കിട്ടുന്നില്ല. കൃഷിക്കാർ കരയാൻ കാരണം എന്താ? അവിടെ ഹാർവെസ്റ്റ് ഇല്ല. പുരോഹിതന്മാർ കരയാൻ കാരണം എന്താ? യാഗം നടക്കുന്നില്ല. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ഒരു പദം കൂടെ പറഞ്ഞാൽ, പുരോഹിതന്മാർ ഹാർവെസ്റ്റ് ഇല്ലാത്ത കൊണ്ടല്ല കരയുന്നേ, യാഗം ഇല്ലാത്ത കൊണ്ടാ കരയുന്നേ. ആമേൻ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഫാർമേഴ്സ് കരയുന്നത് ചർച്ചിൽ യാഗം ഇല്ലാത്തതുകൊണ്ടല്ല, അവന് ഹാർവെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാ. ആമേൻ പറഞ്ഞേ.
ഒന്നുകൂടെ പറഞ്ഞാൽ അവരവർ അവരുടെ വിഷയങ്ങളെക്കുറിച്ച് മാത്രം ബോധറാകുന്ന ഒരു സീസൺ. ഓ ജീസസ്. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. പിശാച് ഡിവിഷൻ കൊണ്ടിടുന്നത് 4 പേരെ എഴുന്നേൽപ്പിച്ച് പരസ്പരം തല്ലിയിട്ടല്ലെന്ന്. ഹലോ, എപ്പോഴും ആളുകൾ കാണുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്ക് നടക്കണമെന്നില്ല നമ്മളെ വിഭജിക്കാൻ. പകരം എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ മാത്രം കൺസേൺഡ് ആകുന്ന ഒരു സീസണിനകത്ത് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. One of the Satan's greatest victories is not making people fight each other, but it is making everyone care only about their own burden. അവരവരുടെ വിഷയങ്ങൾക്കകത്ത് സെൽഫിഷ് ആകുന്ന ഒരു സീസൺ. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ ഇത് യോവേലിൻ്റെ അവസരം മാത്രമാണോ? ഇത് യോവേലിൻ്റെ അനുഭവം മാത്രമാണോ? സഹോദരനെ കുറിച്ച് വേദനയില്ലാത്ത ഒരു കൂട്ടം നമുക്ക് ചുറ്റുമില്ലേ? നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കരയുന്ന ഒരു സീസണിലല്ലേ നിൽക്കുന്നത്? ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ബാരിയേഴ്സ് ഇടിയണം യേശുവിൻ്റെ നാമത്തിൽ. ദൈവസഭയുടെ കൾച്ചർ അതല്ല. പകരം എല്ലാവരും ഒരുമിച്ച് കൂടുന്ന, എല്ലാവരും എല്ലാം പൊതുവകയെന്നെണ്ണുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മറ്റുള്ളവന്റെ വേദന എന്റെ വേദനയാകുന്ന ഒരാത്മതലത്തിനകത്തേക്ക് ദൈവസഭ ഐക്യതയുടെ തലങ്ങൾക്കകത്ത് കയറി വരണമെന്ന് ഇന്നു രാത്രി പറഞ്ഞു തുടങ്ങുമ്പോ എത്ര പേർക്ക് ഒരുമിച്ച് ആമേൻ പറയാൻ കഴിയും? അങ്ങനെ ഒരു സുദിനത്തെ ആത്മാവി കണ്ട് ആ കരങ്ങളെ ചേർത്തടിച്ചൊന്ന് ആരാധിക്കാൻ ഇന്നു രാത്രി എത്ര പേരുണ്ട്? ആ വായ്കളെ തുറന്നൊന്ന് ആരാധിക്കാൻ ഇന്നു രാത്രി പരിശുദ്ധാത്മാവിൽ ആ സന്ദേശം ഞാൻ കൈമാറുന്നു. നാം നമ്മുടെ അവസ്ഥകളെ വിട്ട് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കൂട്ടുപ്രവർത്തകനെ ഓർത്തൊന്ന് കരയാൻ. ആമേൻ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾക്കകത്തെ പകലത്തെയും വൈകുന്നേരത്തെയും സെക്ഷനുകൾക്കിടയിൽ ഉച്ചയ്ക്കൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, ഇല്ലേ? എന്താ അതിൻ്റെ പേര്? മധ്യസ്ഥ പ്രാർത്ഥന. എന്താ? മധ്യസ്ഥ പ്രാർത്ഥന. എൻ്റെ പിതാവ് മുക്കൂട്ടുതറ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പാസ്റ്ററായിട്ടിരിക്കുമ്പോൾ ദൈവസഭയുടെ പണി കഴിഞ്ഞ് അന്ന് ദൈവസഭയുടെ ഓവർസിയറായിരുന്ന, ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന പി.എ. വിശ്വാം, ആ ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ച് ഹാൾ ഇനോഗ്രേറ്റ് ചെയ്തതിന് ശേഷം 7 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. ആ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസം ഈ പറഞ്ഞതുപോലെ ഉച്ച കഴിഞ്ഞൊരു സെഷൻ, എനിക്ക് മറക്കാൻ കഴിയാത്ത സെഷൻ. 4-ാം ക്ലാസ്സിൽ പഠിക്കുക, ഞാൻ അന്ന് 4-ാം ക്ലാസ്സിൽ പഠിക്കുക. സ്തോത്രം. ആ സെഷനകത്ത് എൻ്റെ പിതാവും എൻ്റെ മാതാവും ഒരു 5-6 പിള്ളേർ സെറ്റും, അതിലേറ്റവും പ്രായം കുറഞ്ഞ ഞാനാ. ഞങ്ങളൊരു 2 മണിയായപ്പോൾ ജോൺസൺ പാസ്റ്ററെ പ്രൈസ് ദി ലോർഡ് ബാംഗ്ലൂരിലെ ഓവർസീർ ദൈവദാസനെ കാണുന്നു. സ്തോത്രം. ഈ ഞങ്ങൾ ഒരു 5-6 പേര് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ്റെ അകത്ത് പാസ്റ്റർ എന്താ ചിന്ത? പ്രത്യേകിച്ച് വല്ലതും പറയാനുണ്ടോ? ദേശത്തിനുണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാനസികാവസ്ഥയിലാണോ ഇരിക്കുന്നത്? അന്ന് പപ്പ പറഞ്ഞൊരു കാര്യം ചെയ്യണം, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ എന്നെ നിറയ്ക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അന്നത്തെ രീതിയാണ്, ഇന്നങ്ങനില്ല. അന്നത്തെ രീതി പറയും, രക്തം ജയം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറയും. കേട്ടവരുണ്ടോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അന്ന് രക്തം ജയം പറഞ്ഞിരുന്നു കേട്ടോ. 6:30 മീറ്റിംഗ്, വൈകിട്ടത്തെ മീറ്റിംഗ് നടത്താൻ വിശ്വാസികൾ വന്നപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഞങ്ങൾ 6 പേരും ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നതാ. യേശുവിൻ്റെ നാമത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് അസാധാരണ ശക്തിയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അതെവിടെയൊക്കെയോ കൈമോശം വന്നില്ലേ? ആ ബാരിയേഴ്സ് ഇടിയണം ഇന്നു രാത്രി. സ്വന്തം വിഷയങ്ങൾക്കപ്പുറത്ത് മറ്റൊരുത്തന്റെ വിഷയത്തിന് വേണ്ടി ഉപവാസം ഇരുന്നിട്ട് എത്ര നാളായി? ഇന്നു രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ബാരിയേഴ്സിനെ ഇടിക്കാൻ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ
യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ചിന്ത, വർഷിപ്പ് ഹാഡ് ബിക്കം ഫ്രാഗ്മെന്റഡ്. ആരാധനാലയത്തിനകത്ത് ആരാധന ഫ്രാഗ്മെന്റഡ് ആയി. ഇത് പിശാചിന്റെ അടുത്തൊരു അജണ്ടയാണ്. ആരാധനകൾക്കകത്ത് കൈവച്ചാൽ, സ്തോത്രം, ദേശം പ്രതിസന്ധിയിലാകപ്പെടും. ആരാധനയാ കൈവച്ചത്. പക്ഷെ സംഭവിച്ചത് ആരാധനയ്ക്ക് മാത്രമല്ല. എവിടെ ആരാധന കുറയുന്നോ അവിടെ നാശത്തിന്റെ ഒരു ആരംഭമുണ്ട്. ഒരാമേൻ ചേർന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. എന്തിനായിരുന്നു ആലയങ്ങൾ? ആലയത്തിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ദൈവസഭയുടെ ചരിത്രം പഠിക്കുമ്പോ ജനത്തെ കൂട്ടിവരുത്തേണ്ടതിനായിരുന്നു. എവിടെയായിരുന്നാലും വർഷത്തിൽ 3 തവണ 7 പെരുന്നാളുകൾക്ക് വേണ്ടി ജനം കൂടി വന്നൊരു ചരിത്രം അവിടെ ഇല്ലേ? ആലയങ്ങൾ കൂടി വരവിൻ്റെതായിരുന്നു. ഇന്ന് കൂടി വരാൻ ആളില്ല, കൂടി വരാൻ അവസരങ്ങളില്ല. ആമേൻ, സ്തോത്രം. അതാ യോവേൽ അവിടെ പറയുന്നത്, കൂടി വരാൻ ആളില്ലാത്തൊരു കാലം വന്നപ്പോ ദേശം വല്ലാത്ത അവസ്ഥയിലെത്തി. 3, ദേശത്തിന്റെ പൊതുബോധം നഷ്ടപ്പെട്ടു. എന്താ പൊതുബോധം? ആദ്യമൊക്കെ നമ്മൾ വചനം പഠിക്കുമ്പോ അവിടെ കാണുന്ന മൊത്തം ദ ലാൻഡ്, ദ ഗ്രെയിൻ, ദ വൈൻ, ദ ഓയിൽ, ദ ഫീൽഡ്, ഇങ്ങനായിരുന്നു. പക്ഷേ ഇപ്പൊ യോവേല് പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് മൈ ഫീൽഡ്, മൈ വിനയാർഡ്, മൈ ലാൻഡ്, ഈ ഒരവസ്ഥയിലേക്ക് എത്തി. ഓ ജീസസ്. നമ്മുടെ ദേശം മാറി, എന്റെ സ്ഥലമായി മാറി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഇവിടെയൊക്കെയാണ് പിശാച് നമ്മുടെ അകത്ത് ഡിവിഷൻ കൊണ്ടിടുന്നത്. നമ്മുടെ എന്നുള്ള ചിന്തകൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇടയായി. ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എല്ലാവരും ആ സാഹചര്യങ്ങൾക്കകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു യോവേൽ എഴുന്നേറ്റു. എന്റെ കാഴ്ചപ്പാടിനകത്ത് അത് ആക്ഷൻ പ്ലാൻ അല്ല യോവേലിൻ്റെത്. യോവേലിന്റെ ആക്ഷൻ പ്ലാൻ അല്ല. മിഷൻസ് പഠിക്കുമ്പോൾ ഒരു പദമുണ്ട്, മിഷിയോ ഡെയ് എന്ന് പറഞ്ഞാൽ മിഷൻ ബിലോങ്സ് ടു ഗോഡ്. യോവേലെ, നീ പറഞ്ഞതാണെങ്കിലും നിന്റെ വായിന്ന് വീണതാണെങ്കിലും യോവേലെ നീ സംസാരിച്ചത് ദൈവത്തിന്റെ ആക്ഷൻ പ്ലാൻ ആയിരുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ. ഈ ഇനാഗുറൽ സെഷനകത്ത് പരിശുദ്ധാത്മാവിൽ നേക്കോഗിന്റെ ഡെലിഗേറ്റ്സിനെ നോക്കി ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയുന്നു, ചില യോവേലുമാർ ഇന്ന് രാത്രി എഴുന്നേൽക്കണം. ഓ ജീസസ്, ജീസസ്. ചില യോവേലുമാർ ഇന്ന് രാത്രി എഴുന്നേൽക്കണം. എന്തെഴുന്നേൽക്കണം? യോവേല്, നീയും കരയുന്നവരുടെ കൂട്ടത്തിലിരുന്ന് നഷ്ടങ്ങളെ നോക്കി കരയുന്നതിന് പകരം പിശാച് കൊണ്ടിട്ട ബാരിയേഴ്സിനെ ഉടയ്ക്കുന്ന സാഹചര്യങ്ങളെ നോക്കി പരിതപിക്കുന്നവരെക്കാൾ ജനത്തെ ഒരുമിച്ച് കൂട്ടാൻ കേൾപ്പുള്ള യോവേലുമാർ ഇന്ന് രാത്രി എത്ര പേര് അതിന് തയ്യാറാകുന്നുണ്ട്? യോവേലുമാരെ തിരഞ്ഞ് ഇന്ന് രാത്രി ആത്മസാന്നിധ്യം നമ്മുടെ നടുവിൽ ചലിക്കുന്നുണ്ട്. ഇതിനകത്തിലെ യോവേലുമാർ എഴുന്നേൽക്കണം. ഇതിനകത്ത് യോവേലുമാർ എഴുന്നേൽക്കണം. Sharadana Rikamana Jana Rikana Handana Vaidana Jaganagatasia. Holy Spirit, ഞങ്ങൾ ആമേൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരേണ്ടതിന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. ഈ മാതാക്കന്മാരുടെ ഇടയിൽ, ഈ പിതാക്കന്മാരുടെ ഇടയിൽ, ഈ തലമുറകളുടെ ഇടയിൽ ദേശത്തിന്റെ സാഹചര്യത്തെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന യോവേലുമാർ ഈ രാത്രി എഴുന്നേൽക്കട്ടെ. Uratana jana rika mana shandana handala ramana gadaga nagadaga siya hadura jana gadaga shamana gadaga diya hamduna jamal kamani amdal kamani adana യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരറ്റം മുതൽ ഒരറ്റം വരെ യോവേലുമാരുടെ തെരഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്നു രാത്രി ഇവിടെ ചലിക്കുന്നുണ്ട്.
കർത്താവേ, ഈ ജനത്തെ സ്പർശിക്കണമേ. ആരാധിക്കുന്ന ഈ ജനത്തെ സ്പർശിക്കണമേ. ആത്മശാന്തി ജനത്തെ സ്പർശിക്കണമേ. യോവേലുമാരുടെ ഒരു വലിയ ആരംഭം ഇന്ന് രാത്രി US കാണട്ടെ. ഈ ഡെൻവർ പട്ടണത്തെ പിടിക്കുന്ന ഒരു ആത്മസാന്നിധ്യം US-ന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഈ ജനം അസാധാരണമായി യോവേലുമാരെ പോലെ തിരിയുന്ന ജീസസ്. Rathama Rika Santana Shaudili Masekena. Jesus. യോവേൽ തീരുമാനിച്ച് ഈ ബാരിയറിനെ അങ്ങ് ഉടയ്ക്കാൻ. ഹലോ, യോവേൽ തീരുമാനിച്ച് ഈ ബാരിയറിനെ അങ്ങ് ഉടയ്ക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു യോവേൽ അങ്ങ് എഴുന്നേറ്റു. യോവേൽ എഴുന്നേറ്റ് പറഞ്ഞു, കാഹളം ഊതാൻ പറഞ്ഞു. കാഹളം ഊതാൻ. പ്രൈസ് ദി ലോർഡ്. കാഹളം ഊതാൻ. ഇത് പറയാൻ 4 പേരുണ്ട്. ഊതിപ്പോകുന്നേ. സ്വതന്ത്രം. ഇവിടെ ഉണ്ടോ നിങ്ങൾ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് കാഹളം ഊതുന്നവരെ വെറുതെ വിടത്തില്ലല്ലോ. കാഹളം ഊതാൻ പറയാൻ 10 യോവേലുമാർ എഴുന്നേൽക്ക്. ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കാഹളം ഊതുന്നതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. 2 അർത്ഥം ഞാനൊന്ന് പറയാം. ഒന്ന്, ജനത്തെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയാ കാഹളം. രണ്ടാമത്തെ കാഹളം നമുക്കറിയാം, ഒരു സ്പിരിച്വൽ വാർഫെയറിന് വേണ്ടിയുള്ളതാ കാഹളം. സ്തോത്രം. ഈ കാഹളത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ കാഹളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ആളെന്നോട് പറഞ്ഞു, പാസ്റ്റർ അത് 7-ാം ദിവസം മാത്രമല്ലേ യോശുവയും പറഞ്ഞത് ഊതാൻ? 7-ാം ദിവസം മതിയല്ലേ? എപ്പോഴും ഊതേണ്ട ആവശ്യം ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, ആൻറ്റി, ഞാൻ വായിച്ച പുസ്തകത്തിൽ അങ്ങനല്ല. യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കതൊന്ന് വായിച്ചു പോകാം. 6-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യത്തിലെ അവിടെ ഒരു പ്രൊസഷൻ കാണാം. ഒരു പ്രൊസഷൻ. ആദ്യം കാഹളമുള്ള പുരോഹിതന്മാർ മുമ്പിൽ. ആരാ? കാഹളം ഊതുന്ന അവരുടെ മുമ്പിൽ ആയുധപാണികൾ, അവരുടെ പിറകിൽ ആർക്ക്, പെട്ടകം, അതിൻ്റെ പുറകിൽ ഒരു കൂട്ടം. ഈ ഏറ്റവും പുറകിൽ നിൽക്കുന്ന കൂട്ടത്തിന് ഞായറാഴ്ച മാത്രം ആർപ്പിട്ടാൽ മതി. ഉണ്ടോ നിങ്ങൾ? യോശുവ പ്രത്യേകം പറഞ്ഞു, ഞാൻ പറയുന്നവരെ മിണ്ടിപ്പോകുന്നു. അങ്ങനല്ലേ അവിടെ എഴുതിയേക്കുന്നേ? ഞാൻ പറയുന്നവരെ ഒന്നെടുത്ത് ഒന്ന് വായിച്ചേ. നൂന്റെ മകനായ യോശുവ പുരോഹിതന്മാരെ വിളിച്ച് അവരോട് നിയമപ്പെട്ടെടുപ്പിൻ. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് നടക്കണം. നിങ്ങൾ ചെന്ന് പട്ടണത്തെ ചുറ്റി നടപ്പിൻ. ആയുധപാണികൾ യഹോവയുടെ പെട്ടകത്തിന് മുമ്പ് നടക്കണമെന്ന് പറഞ്ഞു. യോശുവ ഇതിനകത്തോട് പറഞ്ഞു തീർന്നപ്പോൾ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് 7 പുരോഹിതന്മാർ യഹോവയുടെ മുമ്പിൽ നടന്ന് കാഹളമൂതി. ആര്? പുരോഹിതന്മാർ കാഹളമൂതി. യഹോവയുടെ നിയമപ്പെട്ടകം അവരുടെ പിന്നാലെ ചെന്നു. ആയുധപാണികൾ കാഹളമൂന്ന പുരോഹിതന്മാരുടെ മുമ്പിൽ നടന്നു. ശേഷമുള്ള കൂട്ടം പെട്ടകത്തിന്റെ പിന്നാലെ ചെന്നു. ഇങ്ങനെ അവർ കാഹളമൂതിക്കൊണ്ട് നടന്നു. അടുത്ത വാക്യെടുത്തേ. യോശുവ ജനത്തോട്, ആർപ്പിടുന്ന ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ എന്ത് ചെയ്യല്ലേ? ആ ഒരു ഗ്രൂപ്പ് 7-ാം ദിവസം ആർപ്പിടാൻ വേണ്ടി തന്നെ ഉള്ളതാ. എല്ലാവരും ഒന്നും ആമയും പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം, 7-ാം ദിവസം നീ വന്ന് ആർപ്പിടുമ്പോ മതിൽ ഇടിയാൻ കാരണം കഴിഞ്ഞ 7 ദിവസവും ആർപ്പിട്ട ചിലത് നിന്റെ മുമ്പിലുള്ളത് കൊണ്ടാവും. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റും. സുശീൽ സാർ, അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ 7 ദിവസവും കാഹളം ഊതാൻ വിളിക്കപ്പെട്ടവനുണ്ടല്ലോ, സ്വർഗം പറഞ്ഞ അവനെ വെറുതെ വിടല്ല, അവൻ്റെ ഫ്രണ്ടിൽ ആംഡായിട്ടുള്ള ഓഫീസേഴ്സിനെ നിർത്തണമെന്ന്. രാമ്യം പറയണേ, കാഹളം ഏത് സമയം ഊതാൻ തയ്യാറായി 4 എണ്ണം ഉണ്ടെങ്കിൽ നിന്റെ സേഫ്റ്റിയെ ഏറ്റെടുക്കുന്ന
നിന്റെ പ്രൊട്ടക്ഷനെ ഏറ്റെടുക്കുന്ന ഒരു ദൈവിക പ്രൊസഷൻ ഉണ്ടാകും. ഒരാമേൻ പറഞ്ഞോ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ. 7-ാം ദിവസത്തെ ആർപ്പിൽ മാത്രമല്ല അത് വീണത്, വിശ്രമമില്ലാതെ 7 ദിവസം ചിലത് മുമ്പിൽ നടന്നൂതി. ഒരു ഹല്ലേലൂയ പറയണേ. ഒന്നുകൂടെ നിങ്ങൾ റെഫ്യൂജീമിന്റെ താഴ്വരയിൽ ഒന്ന് നോക്കിക്കേ. കയ്യിൽ ആയുധവുമായി ഒരു കൂട്ടത്തെ നമുക്ക് കാണാം. പക്ഷെ ആയുധം കയ്യിലുള്ള ആമേൻ ഒരു കൂട്ടമായിരുന്നോ ജയത്തെ നിശ്ചയിച്ചത്? പകരം ആയുധങ്ങൾ കയ്യിലില്ലാതെ ഒരു മനുഷ്യൻ പുറകിൽ കുന്നിന്റെ മുകളിൽ കയറി കൈ ഉയർത്തി നിൽക്കുന്നത് കണ്ടോ? ഓ ജീസസ്, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് ദൂത് പറയാം. കയ്യിൽ ആയുധമില്ലേലും പുറകിൽ കൈ ഉയർത്തി നിൽക്കാൻ ചിലതുണ്ടെങ്കിൽ Sharadhana Jana Rikana Hardhana Jamana Rikana Hadanagadagasya Hamduna Vidal Kamanagadaga Shamanagadagasya. ഇന്ന് രാത്രി അങ്ങനെയുള്ള യോവേലുമാർ വേണം. അങ്ങനെയുള്ള യോവേലുമാർ വേണം. കാഹളം ഊതാത്ത ചിലതിനെ നോക്കി കുറ്റം പറയുന്ന യോവേലുമാരെ അല്ല വേണ്ടത്. ചിലതിനെ വിളിച്ചുകൂട്ടി കാഹളം ഊതണമെന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ നേരെ നടത്താൻ ആത്മനിയോഗമുള്ള ചിലത് കരങ്ങളെ അടിച്ചൊരാമേൻ പറയാൻ. യേശുവിന്റെ നാമത്തിൽ ദൈവിക ഐക്യതകൾക്കെതിരെ നിൽക്കുന്ന എല്ലാ ബാരിയേഴ്സിനെയും ഉടയ്ക്കാൻ യോവേലുമാർ എഴുന്നേൽക്കട്ടെ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു യോവേലാകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരു യോവേലാകാൻ. വെറുതെ ഒരു രസത്തിന് കൈവക്കല്ലേ. ഒരു യോവേലാകാൻ നീ വിളിച്ചു കൂട്ടാൻ തയ്യാറായി നിന്നാൽ, നീ പറയുന്നിടത്ത് കാര്യങ്ങൾ ചലിപ്പിക്കാൻ സ്വർഗം നിൽക്കും. യോവേല് വിളിച്ചു കൂട്ടിയ ജനത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഭയങ്കര ആഴ. ദൈവം വെച്ചാൽ അടുത്ത സെഷന് ഞാൻ ഈ ഭാഗം എടുക്കും, ശനിയാഴ്ച പകൽ. സ്തോത്രം. പക്ഷെ ഞാൻ പരിശുദ്ധമായ ഒരു കാര്യം പറയാം. ഈ കോൺഫറൻസ് കഴിഞ്ഞ് മടങ്ങാൻ പോകുന്ന യോവേലുമാരായിരിക്കും. അങ്ങനെ ഒരു നിയോഗം എൻ്റെ മേ വീഴണം എന്നാഗ്രഹിക്കുന്നവർ മാത്രം. എല്ലാവരും കൈ പൊക്കല്ലേ. അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കൈ പൊക്കിക്കേ. ഓ, ആ നിൽക്കണ നിൽപ്പിലൊന്ന് പ്രാർത്ഥിച്ചേ എല്ലാവരും. ഒന്ന് പ്രാർത്ഥിച്ചേ എല്ലാവരും. ഞാൻ മൈക്രോഫോൺ കൈമാറാൻ പോവാം. ഒന്ന് പ്രാർത്ഥിച്ചേ. മുമ്പിലെ കാര്യം വിളിക്കുന്നില്ല, ഇവിടെ കൺജസ്റ്റഡ് ആണ്. ആ കൈ ഉയർത്തിയവരെല്ലാം ദിവസം ഒന്ന് പ്രാർത്ഥിച്ചേ. ആ അഭിഷേകം എൻ്റെ മേ വീഴണമെന്ന് പറഞ്ഞു. ആ അഭിഷേകം എൻ്റെ മേ വീഴണം. ആ അഭിഷേകം എൻ്റെ മേ വീഴണം. ഒരു സിസ്റ്റത്തെ നേരെയാക്കാൻ ഒരഭിഷേകം എൻ്റെ മേ വീഴണം. ഒരു രാജ്യത്തെ നേരെയാക്കാൻ, ആ യെസ്, ആ വാക്കാ ഞാൻ ഒരു രാജ്യത്തെ നേരെയാക്കാൻ. പുരോഹിതന്മാർ തോറ്റെടുത്ത് യോവേലേ സ്വർഗത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. പുരോഹിതന്മാർ തോറ്റെടുത്ത് ഒറ്റ വാക്കുകൊണ്ടൊരു കൂട്ടത്തെ കൂട്ടാൻ. കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ യോവേലുമാരുടെ കൂട്ടം ഈ കോൺഫറൻസ് കഴിഞ്ഞ് മടങ്ങട്ടെ. അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി. അത് യേശുവിൻ നാമത്തിൽ തന്നെ.